പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ കഥ പറയുന്നത് അമ്മമാർക്ക് വേണ്ടിയാണ്. എല്ലാ അമ്മമാരും ഈ കഥ കേൾക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ആ ഒരു പ്രശ്നം എന്നെ സഹായിച്ചത് അമ്മമാരാണ്. ആ അമ്മമാരുടെ കഥയാണ് ഞാനിന്ന് പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് 1978. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ NSS സ്കൂളിൽ 9ാം ക്ലാസ് പഠിക്കുന്നതാണ്. എൻ്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ, ഞാനെങ്ങനെ 9ാം ക്ലാസ്സിൽ എത്തി എന്നുള്ളതാണ്. കാരണം ഒരുമാതിരിപ്പെട്ട ഒരു വിഷയത്തിനും എനിക്ക് നല്ല മാർക്കില്ല, പല വിഷയങ്ങളും ജയിക്കാറില്ല. എന്തോ ഒരു മിറക്കിൾ സംഭവിച്ച 9ാം ക്ലാസ്സിലെത്തി. പക്ഷെ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരു പ്രധാന പ്രശ്നം, നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും പാസ്സാകാതെ നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് എത്താൻ പറ്റില്ല. 10ാം ക്ലാസ് കടക്കണമെങ്കിൽ എല്ലാ സബ്ജക്റ്റിനെ പറ്റി നല്ല ധാരണ വേണം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സത്യം പറഞ്ഞാൽ ഒരു വിദേശ ഭാഷയാണ്. വിദേശികളെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരു ഭാഷയിലുള്ള അതിൻ്റെ ഗ്രാമർ, മറ്റുള്ള ടെക്നിക്കൽ പോയിന്റ്സ് ഒക്കെ എനിക്ക് ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ BOY ബോയ് എന്നൊക്കെ എഴുതുമ്പോൾ തന്നെ പലപ്പോഴും തെറ്റാറുണ്ട്. അത് ഇംഗ്ലീഷിനെ സംബന്ധിച്ച്. അപ്പോൾ മറ്റ് സബ്ജക്ട്സ്, മാത്തമാറ്റിക്സ് ആണെങ്കിൽ എനിക്ക് വളരെ സിമ്പിളായിട്ടൊക്കെ ഉള്ള കാൽക്കുലേഷൻസ് പോലും ബോർഡിലൊക്കെ ടീച്ചർ എഴുതുന്ന സമയത്ത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഉത്തരം അറിയാവുന്നവരിക്കും, പക്ഷേ ഞാനും ഇരിക്കും, പക്ഷേ എനിക്ക് ഒരു ഉത്തരവും മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് ഒട്ടും അറിയില്ല. പിന്നെ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെങ്കിലും അതിൻ്റെ ഈ വള്ളിയും പുള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ പോകുന്നതാണ് പലപ്പോഴും ഹിന്ദിയും എനിക്ക് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടാറ്. അപ്പോൾ ഈ 3 സബ്ജക്ട്സും സത്യത്തിൽ പാസ്സാവാറ് തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് സത്യത്തിൽ ഇതെങ്ങനെ, ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് വലിയൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ എന്നൊക്കെ കൂടുതൽ ഈ പ്രശ്നത്തെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ പേര് രത്നമ്മ എന്നാണ്. രത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമണ്ടാണ്. അമ്മ ക്യാരക്ടർ വൈസ് ഒരു ഡയമണ്ടിന് തുല്യമാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രിൻസിപ്പിളുള്ള ഒരു സ്ത്രീയായിരുന്നു അമ്മ. കുട്ടികൾ പഠിക്കണം, നല്ല ജോലി കിട്ടണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിക്കണം എന്ന് അമ്മയ്ക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു അമ്മയുടെ മകൻ 9ാം ക്ലാസ് പാസ്സായി 10ാം ക്ലാസ് കടക്കുമോ അല്ലെങ്കിൽ ബാക്കി ഫർദർ സ്റ്റഡീസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ ആലോചിച്ച് അമ്മയ്ക്ക് എപ്പോഴും വലിയ മനപ്രയാസം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് വിഷമമുണ്ട്, പക്ഷേ എനിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ കുറച്ച് മെച്യൂറായി. സ്കൂളിലെ ചില അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ എന്നെപ്പോലെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. വലിയ ഈ പറഞ്ഞ പോലെ സബ്ജക്ട്സിനോടൊന്നും പഠിത്തത്തോടൊന്നും വലിയ താല്പര്യമില്ല. ഞങ്ങൾ ചില പുതിയ കാര്യങ്ങളിലൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്ഥിരം ഹാബിറ്റായിരുന്നു ക്ലാസ് കട്ട് ചെയ്ത് പോകാം. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ പോകുന്നത് ഈ സ്കൂളിൻ്റെ സമീപത്തൊരു കുറച്ചങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ തോടുണ്ട്. അതിന് പൊതുവെ കാരാപ്പുഴ തോടെന്നാണ് പറയുന്നത്. മഴക്കാലത്തൊക്കെ നിറച്ച് നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ തോട്ടിൽ പോയി കുളിക്കുക എന്നുള്ള, ക്ലാസ് കട്ട് ചെയ്ത് കുളിക്കുക എന്നുള്ള പുതിയൊരു എൻ്റർടൈൻമെൻറ്റ്, ഈ ടെൻഷനൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ഇവിടെ ഈ കാരാപ്പുഴ തോട്ടിൽ കുളിക്കാൻ പോകുന്നത് വഴി ചെറിയൊരു വഴിയാണ്. ഇടവഴിയൊക്കെ കട്ട് ചെയ്ത് തന്നെ ചെല്ലുമ്പോഴത്തേക്കും ഈ തോടിന് സൈഡിലായിട്ട് ആരും ഇല്ലാത്തൊരു വീടുണ്ട്. ഒരു മനുഷ്യനും താമസമില്ല. അവിടെ പണ്ടാരോ തൂങ്ങിച്ചെത്തെന്നോ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ആരും പോകാറില്ല. അപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങളൊക്കെ ഈ ആരുമില്ലാത്ത വീടിൻ്റെ സൈഡിൽ കൂടെ പതുക്കെ സൈഡിൽ കൂടെ ചേർന്ന് ഈ കാരാപ്പുഴ തോടിൻ്റെ തോട്ടിലേക്ക് ചെല്ലും. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ നടന്നു പോകുമ്പം ഈ വീടിൻ്റെ ഒരു ജനൽ തുറന്ന് കിടക്കാറുണ്ട്. അപ്പോൾ ഈ ജനലിൽ കൂടെ ഞങ്ങളെല്ലാം എത്തി നോക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച ആളിൻ്റെ പ്രേതമോ അല്ലെങ്കിൽ അയാളവിടെ തൂങ്ങിച്ചെത്ത് നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും അതിനകത്തൊക്കെ എത്തി നോക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഈ പ്രേതത്തെ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഞങ്ങളെ കണ്ട് പ്രേതം പേടിച്ചു പോയതാണ്. എന്നാലും ഞങ്ങൾ എപ്പോൾ പോയി നോക്കുമ്പോഴും അങ്ങനെ ഒരു സംഭവത്തെ അവിടെ കാണാറില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഈ ക്ലാസ് കട്ട് ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം പോയി ഈ തോട്ടിലേക്ക് ചാടും. ഈ തോട്ടിൽ ശരിക്കും ഡയറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടാർസിനൊക്കെ വള്ളിയിലൊക്കെ ഇങ്ങനെ ടാർസിനൊക്കെ തൂങ്ങിപ്പോകുന്ന പോലെ ഞങ്ങളും തൂങ്ങി ചെന്ന് ഈ വെള്ളത്തിലേക്ക് ചാടി കുറേ സമയം നീന്തി തുടിച്ച് പിന്നെ അന്നത്തെ ഈ ലൈബോയ് സോപ്പുണ്ട്, നമ്മുടെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഒക്കെ സഹായിക്കുന്ന ലൈബോയ് സോപ്പുണ്ട്. അപ്പോൾ ഈ ലൈബോയ് സോപ്പ് തേച്ച് കുളിക്കും. പിന്നെ ഈ ചേറിലൊക്കെ കിടന്ന തോർത്താണ്, അതൊക്കെ ആ തോർത്തൊക്കെ ഒന്ന് പിഴിഞ്ഞ് കുളിച്ച് തിരിച്ച് വീണ്ടും കുട്ടപ്പനായിട്ട് ക്ലാസ്സിൻ്റെ ചില ഇൻ്റർവെൽ സമയത്തൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ക്ലാസ്സിലേക്ക് തിരിച്ച് കയറി വരും. ഇതായിരുന്നു ഈ 9ാം ക്ലാസ്സിലെ ഒരു സ്ഥിരമായ പരിപാടി. പക്ഷെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത കണക്ക് ടീച്ചറുണ്ട്. കാര്യം ഞങ്ങളുടെ ഈ കണക്കിൻ്റെ പ്രാഗൽഭ്യം കൊണ്ടാണ് ടീച്ചർ ഞങ്ങളെ എപ്പോഴും നോക്കി വെച്ചിരുന്നത്. അപ്പോൾ ടീച്ചർ ഞങ്ങളെ ഈ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന കാര്യം ടീച്ചർ കണ്ടുപിടിച്ചു. ടീച്ചർ കണ്ടുപിടിച്ചാണോ ക്ലാസ്സിലെ ഒരു ബ്രൈറ്റായിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു മാത്തമാറ്റിക്സിന്, ആ കുട്ടി ടീച്ചറിനോട് പറഞ്ഞു കൊടുത്താണോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്യുന്ന വിവരം
സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു. ഹെഡ് മാസ്റ്റർ അടുത്തെത്തി. ഹെഡ് മാസ്റ്റർ ഞങ്ങളെ പിടിച്ച് എന്താ പറയുക പബ്ലിക്കായിട്ട് ഒരു മീറ്റിംഗ് വിളിച്ച് ഞങ്ങളെല്ലാം കൂടെ നിർത്തി ചൂരിൽ വെച്ച് അടിച്ചു. അതിനേക്കാൾ ഉപരി അടിയൊക്കെ കൊള്ളുന്ന നമുക്ക് പരിചയമാകുന്ന വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതെൻ്റെ അമ്മ ആണ്. അപ്പോൾ അമ്മ വളരെയധികം വിഷമിച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പഠിക്കുന്നുമില്ല, പിന്നെ ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നു. അപ്പം അങ്ങനെ അമ്മയ്ക്ക് വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, യശോദ ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ ടീച്ചറെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മോൻ്റെ കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അവന് എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അവൻ പഠിക്കുന്നുമില്ല, അവന് ഇതുപോലെ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നു, സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ജീവിതം എന്താ ഒരു ജീവിതത്തിൽ ഒരു എയിമും അവനില്ല. പിന്നെ പഠിത്തത്തിൽ താല്പര്യമില്ല, പിന്നെ പൈസ ചിലവാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് അവന് താല്പര്യം. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു, ടീച്ചർ വിഷമിക്കണ്ട, ഒരു ദിവസം അവനെ എൻ്റെ വീട്ടിലേക്ക് വിടുക, ഞാൻ നോക്കാം അവനെങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നിനക്കൊരു അവസാന അവസരമാണ്, യശോദ ടീച്ചർ നിന്നെ ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും പോയി ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു തരും, അത് പഠിച്ച് നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മളായിട്ട് എന്താ പറയുക അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ കളയണ്ട എന്ന് വിചാരിച്ച് ഞാൻ പിറ്റേ ദിവസം യശോദ ടീച്ചറിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പം യശോദ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ വലിയ ഹൈറ്റൊന്നുമില്ല, പക്ഷേ ടീച്ചർ ഒരു ഭയങ്കര വളരെ ഡൈനമിക്കായിട്ടും വളരെ ആക്റ്റീവായിട്ടും വളരെ പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ഒരു ഫീൽ ഉണ്ടാക്കി. ടീച്ചറെ കണ്ടാൽ തന്നെ അറിയാം വളരെ പോസിറ്റീവാണ് ടീച്ചർ. ടീച്ചർ കണ്ടോണ്ടേ എന്നെ ഇങ്ങനെ അടിമുടി നോക്കി. അപ്പോൾ തന്നെ ടീച്ചർക്ക് മനസ്സിലായി ഇവനൊരു ഉഴപ്പനാണെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു ടീച്ചറുടെ മോഹം കണ്ട്. അപ്പോൾ എന്നെ കണ്ടെന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ അമ്മയ്ക്ക് നിന്നെപ്പറ്റി ഭയങ്കര വിഷമങ്ങൾ അതിനൊക്കെ അറിയാവോ? ഒന്ന് നീ പഠിക്കുന്നില്ല, രണ്ടാമത് നീ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്യുന്നു, മൂന്നാമത് നീ ഒത്തിരി പൈസ ചിലവാക്കുന്നു. ഇതൊക്കെയാണ് നിൻ്റെ അമ്മയെ പറ്റിയുള്ളത്, നിനക്ക് ഒന്ന് മാറ്റിയെടുക്കേണ്ടതിനുള്ളൂ. അപ്പോൾ ഞാൻ ടീച്ചറിനോട്, ടീച്ചറെ എനിക്ക് സത്യത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ എന്ത് പഠിക്കാൻ ശ്രമിച്ചാലും ഒരു ബ്ലാങ്ക് പേപ്പർ പോലെ ആയിപ്പോകും. കാര്യം പഠിച്ചാലും അതിൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു വലിയ പ്രശ്നം. പിന്നെ രണ്ടാമത് ഈ ക്ലാസ് കട്ട് ചെയ്ത് ഓക്കെ, അതൊരു 1-2 പ്രാവശ്യം ഉണ്ടായി. പിന്നെ ദൂരത്തെന്ന് പറയുന്നത് എനിക്കെന്തോ ഈ ഓട്ടോറിക്ഷകൾ യാത്ര ചെയ്യാൻ വളരെ താല്പര്യമാണ്. അപ്പം ഞാൻ മറ്റു കുട്ടികൾ നടന്നു പോകുമ്പോൾ ഞാൻ എപ്പോഴും ഓട്ടോറിക്ഷ കയറാൻ ചാൻസ് കിട്ടി, ഞാൻ ഓട്ടോറിക്ഷ ട്രാവൽ ചെയ്യും. പിന്നെ രണ്ടാമത് ഈ ലൈം ജ്യൂസ് കുടിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ലൈം ജ്യൂസ്, കടലമുട്ടായി, ഇവ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചെറിയ കടയിലൊക്കെ പോയി കഴിക്കും. ഇതൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ ഒരു ദൂരത്ത്. പിന്നെ അപൂർവം സിനിമകൾ കാണാൻ പോകാൻ. അപ്പോൾ ഈ ദൂരത്തൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാം, കാര്യമൊന്നും പ്രശ്നമില്ല. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ എനിക്കൊരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, നിനക്ക് ഈ ഇംഗ്ലീഷ് നിനക്ക് ഒട്ടും അറിയില്ല? അപ്പം ഞാൻ പറഞ്ഞു അറിയില്ല. അപ്പോൾ നിനക്ക് എന്താ ഇംഗ്ലീഷിൽ അറിയാവുന്ന ടീച്ചർ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഇംഗ്ലീഷിൽ അറിയാവുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് യുവർ നെയിം, യു ആർ ഫ്രം വിച്ച് കൺട്രി, ആർ യു ഗോയിങ് ടു ബോട്ടിഇടി ഓർ ആർ യു ഗോയിങ് ടു ബസ് സ്റ്റാൻഡ്? അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകത കണ്ടിട്ട് ടീച്ചർ എന്നോട് ചോദിച്ചു, അല്ല നീ ഏത് സ്ഥലത്താണ് ഈ ചോദ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? ഇത് സാധാരണഗതിക്ക് ആൾക്കാർ ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഇംഗ്ലീഷ് ഭാഷയോട് താല്പര്യമില്ലെങ്കിലും ഇംഗ്ലീഷുകാരോട് വളരെ താല്പര്യമുണ്ട്. അപ്പം എനിക്ക് അവധി കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഈ കോട്ടയത്തെ ബോട്ടിഇട്ടി പോയി നിൽക്കും. അപ്പോൾ ഈ ബോട്ടിഇട്ടിയിൽ ഈ ആലപ്പുഴയിൽ നിന്നൊക്കെയുള്ള സായിപ്പും മദാമയും വരുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. അതിലാരെങ്കിലും ആ ചോദ്യത്തിൽ ആർക്കെങ്കിലും ഒരു താല്പര്യം തോന്നി അവർ ഒന്ന് മറുപടി പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയില്ല. ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അവർ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ലി ആവും. അങ്ങനെ അവർ ബോട്ടിഇട്ടിയിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ അവർ ബസ് സ്റ്റാൻഡ് അറിയില്ലെങ്കിൽ അവരുടെ കൂടെ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അതേ സമയത്ത് തന്നെ ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇടുക്കിയിൽ നിന്നൊക്കെ വന്നിട്ട് ചില സായിപ്പും മദാമയൊക്കെ അവിടെ കറങ്ങി നിൽപ്പുണ്ടാകും. അവരെ വിളിച്ചിട്ട് ചിലപ്പോൾ അവരോടും പോയി ചോദിക്കും, ആർ യു ഗോയിങ് ടു ബോട്ടിഇട്ടി? അവർ യെസ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ നടന്നിട്ട് പിന്നെ അവർ ഞാനായിട്ടുള്ള ഭാഷ എന്താണെന്ന് അറിയത്തില്ല, അവരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. സായിപ്പന്മാർക്ക് എൻ്റെ ഇംഗ്ലീഷ് എന്തോ മനസ്സിലാകുന്ന പോലെ തോന്നി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, നിൻ്റെ ആ ഐഡിയ നല്ല ഐഡിയ ആണല്ലോ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു സായിപ്പ് മദാമയെ അല്ലാതെ എൻ്റെ ഇംഗ്ലീഷിനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്ത അതും പ്രത്യേകിച്ച് ഒരു ടീച്ചർ എൻ്റെ ഇംഗ്ലീഷിനെ പറ്റി പറഞ്ഞ സത്യത്തിൽ എനിക്കത് ഭയങ്കര എന്താ പറയുക, എൻ്റെ മനസ്സിലൊരു നമ്മളൊക്കെ പറയത്തില്ലേ ജീവിതത്തിൽ ഒരു ഇംഗ്ലീഷിനെ പറ്റി ഒരു താല്പര്യം പെട്ടെന്ന് അത് ക്രിയേറ്റ് ചെയ്തു. എനിക്കും ഇംഗ്ലീഷ് പറ്റും എന്നുള്ളൊരു ധാരണ എൻ്റെ മനസ്സിലേക്ക് എത്തിച്ചേർന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ആ ഒരു സന്തോഷത്തിൽ ഞാൻ മുടി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ചൊക്കെ ഇട്ടു. അപ്പോൾ ടീച്ചർ പറഞ്ഞുണ്ടോ, സുനിൽ മുടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലവർ ജെർക്കി കൂടെ. ഞാൻ സത്യത്തിൽ ക്ലവർ ജെർക്ക് എന്ന് പറഞ്ഞ വാക്ക് കേട്ടില്ല. അപ്പം മുടി നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുടിയെന്ന് നേരെ ഇടുന്നതിനാണ് ക്ലവർ ജെർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ എൻ്റെ ആക്ച്വൽ പോലും ഒരു ഇംഗ്ലീഷ് ഉണ്ടെന്നുള്ളത്
എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് സത്യത്തിൽ പിന്നെ ടീച്ചർ പറയുന്നത് എന്തും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായി. അങ്ങനെ ടീച്ചറിൽ കൂടി ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എൻ്റെ കാലെടുത്ത് വെച്ചു. അതിനു മുമ്പ് ABCD എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് മുതൽ ഇംഗ്ലീഷ് ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ടീച്ചർ ചില പൊടിക്കൈകളൊക്കെ പറഞ്ഞു. ഇംഗ്ലീഷ് നോവലുകൾ എടുത്ത് വായിക്കുക, ഇംഗ്ലീഷ് സിനിമകൾ കാണുക, പിന്നെ സംസാരിക്കുമ്പോൾ വൊക്കാബുലറി നമുക്കറിയാവുന്ന വാക്കുകൾ വെച്ച് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ മാക്സിമം ശ്രമിക്കുക, കൂടുതൽ അങ്ങനെ നമ്മുടെ സംസാര ഭാഷ നമുക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ടീച്ചറെ പിന്നെ കാണാനും ടീച്ചറുടെ വീട്ടിൽ പോകാനും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി. ടീച്ചറുടെ വീടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഗുരുകുല സമ്പ്രദായമാണ്. നമുക്ക് അവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിക്കാം. ടീച്ചറുടെ മക്കൾക്ക് വേണ്ടി ടീച്ചർ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണം അവിടെ കഴിക്കാം. പിന്നെ സബ്ജക്റ്റ് ഒരിക്കലും ഇംഗ്ലീഷ് മാത്രമല്ല, ലോകത്ത് നടക്കുന്ന എന്ത് കാര്യത്തെ പറ്റി ടീച്ചർ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നന്നാവണം എന്നുള്ളതിൽ പല കാര്യങ്ങളും ടീച്ചർ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ടീച്ചർ ഇംഗ്ലീഷിൽ എനിക്ക് എന്താ പറയുന്നത്, എൻ്റെ കാര്യങ്ങൾ കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അമ്മ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അമ്മ ടീച്ചറിനോട് വിളിച്ച് പറഞ്ഞു, ടീച്ചറെ അവൻ ഇംഗ്ലീഷ് ഇപ്പം നന്നായിട്ട് പിക്കപ്പ് ആവുന്നുണ്ട്, അവനതിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. പക്ഷെ അവന് ഈ മാത്തമാറ്റിക്സ്, ഹിന്ദി എന്ന് പറയുന്ന 2 സബ്ജക്റ്റിൽ അവന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ടീച്ചർ പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു, നിനക്ക് മാത്തമാറ്റിക്സ് നന്നാവണം എന്നൊരു താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് താല്പര്യമുണ്ട്, കാരണം എനിക്ക് മാത്തമാറ്റിക്സ് ഒന്നും അറിയില്ല. അപ്പം ടീച്ചർ പറഞ്ഞു, ഏത് പൊട്ടനെയും മാത്തമാറ്റിക്സ് പാസ്സാക്കുന്ന ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചറിൻ്റെ അടുത്ത് തന്നെ വിടട്ടെ എന്ന് ചോദിച്ചു. അപ്പം അതിപ്പോൾ ഒരു സന്തോഷമില്ല. ഏത് പൊട്ടന്മാർക്ക് പരീക്ഷ പാസ്സാകാനുള്ള കഴിവ് സാറിനുണ്ടെങ്കിൽ എന്നെയും പാസ്സാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചന്ദ്രശേഖര പണിക്കർ സാറിന് പറഞ്ഞ സാറിൻ്റെ അടുത്തില്ല. സാറിനെ കണ്ടാൽ ഒരു ദൈവീകതയുള്ള ഒരു സാറാണ്. സാറ് കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിനടുത്താണ് സാർ താമസിച്ചുകൊണ്ടിരുന്നത്. സാറിനെ പോയി കണ്ടു. സാറ് മാത്തമാറ്റിക്സ് എനിക്ക് അന്ന് മുതൽ പറഞ്ഞു തരാൻ തുടങ്ങി. സത്യത്തിൽ മാത്തമാറ്റിക്സ് ഒരു കവിത പോലെയോ അല്ലെങ്കിൽ ഒരു കഥ പോലെയോ ഉള്ള ലാംഗ്വേജിൽ സാറ് മാത്തമാറ്റിക്സ് പറഞ്ഞു. അപ്പം മുതൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഈ അക്കങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തെളിയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ മാത്തമാറ്റിക്സ് ശരിയായി. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ സരസ്വതി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ, ഹിന്ദി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പോയി ഈ ഹിന്ദിയിലുള്ള പ്രശ്നങ്ങളും ഞാൻ ചില പുള്ളികളൊക്കെ തിരിച്ച് ടീച്ചറും എന്നെ കറക്റ്റ് ചെയ്തിട്ടു. അപ്പോൾ ഹിന്ദിയും എനിക്ക് ക്ലിയർ ആയി. ബാക്കി സബ്ജക്ട്സൊക്കെ എനിക്ക് വലിയ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഓരോരോ സബ്ജക്റ്റ് വന്നു, എൻ്റെ ക്യാരക്ടർ മാറാൻ തുടങ്ങി. ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് പതുക്കെ നടന്നു പോകുന്ന ഒരു ക്യാരക്ടറായി മാറി. ഓരോ പൈസയ്ക്കും വില എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി ലൈം ജ്യൂസ് കുടിക്കണമെങ്കിൽ ഒരു സോഡയായിട്ട് കുടിക്കുന്ന രീതിയിലേക്കൊക്കെ ഞാൻ കാര്യങ്ങൾ മാറ്റി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. എനിക്ക് നല്ലോണം മാർക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടാൻ തുടങ്ങി. 10ാം ക്ലാസ് തുടക്കത്തിൽ ക്ലാസ്സിൽ ഏതാണ്ട് ഒരു 10-20 നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിൽ ഒരാളായിട്ട് മാറാൻ എനിക്ക് സാധിച്ചു. ആ വർഷം വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഡ്രാമയിലെ മാർക്ക് ആൻ്റണി, ജൂലിയസ് സീസർ മരിച്ചു കഴിഞ്ഞിട്ടൊരു സ്പീച്ചുണ്ട്, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ലെറ്റ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്പീച്ചുണ്ട്. ആ സ്പീച്ച് ഒരു ഷേക്സ്പിയറിയൻ ലാംഗ്വേജിലാണ്. ആ സ്പീച്ച് എനിക്ക് സ്കൂളിൽ പ്രസൻറ്റ് ചെയ്യാൻ, അതിന് മുമ്പ് സത്യം പറയുകയാണെങ്കിൽ BOY ബോയ് എന്ന് പറയുന്നത് പോലെ തെറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ആ സ്പീച്ച് പറയാനായിട്ടുള്ളൊരു കഴിവ് ഏതാണ്ട് 1 വർഷത്തെ കാലഘട്ടം കൊണ്ട് യശോദ ടീച്ചർ എനിക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ പരീക്ഷകൾ പാസ്സാകുക മാത്രമല്ല, എൻ്റെ ഒരു ക്യാരക്ടറിലുണ്ടായ മാറ്റം, ഒരു ജെന്റിൽമാൻ ആകണം, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകണമെന്ന് എങ്ങനെയാണെന്ന് ടീച്ചർ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ എൻ്റെ അമ്മ വളരെയധികം സന്തോഷമായിരുന്നു. കാര്യം ടീച്ചറിൻ്റെ ആ ഒരു ഞാൻ എന്ന് പറയുന്ന വ്യക്തി, അതായത് 9ാം ക്ലാസ്സിൽ ഒരു ബ്രിമ്മി നിൽക്കുമ്പോൾ എന്നെ മാറ്റിയെടുക്കാൻ സാധിച്ചു. ഈ 2 അമ്മമാരും എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ സമയത്ത് എന്നെ സഹായിച്ച ആൾക്കാരാണ്. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും 3ാമതൊരു അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. കാര്യം അതെൻ്റെ കാവിലെ അമ്മയായ പള്ളിപ്പുറത്തെ കാവിലെ അമ്മയാണ്. ആ അമ്മ എല്ലാ സമയത്തും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അമ്മയുടെ രാവിലെകളിൽ സിന്ദൂരം അണിഞ്ഞ്, അല്ലെങ്കിൽ മഞ്ഞൾ ഉടുത്ത് മഞ്ഞൾ പരട്ടി മുഖത്തോടുകൂടി, അല്ലെങ്കിൽ അമ്മയുടെ ഏറ്റവും രൗദ്രഭാഗത്തോടെ, അതായത് തീയാട്ടം നടന്ന വഴിപാട് നടക്കുമ്പോൾ ആരിങ്ങനെ നിഗ്രഹിച്ചു വരുന്ന അമ്മയാണെങ്കിലും ആ രൂപത്തിൽ അമ്മ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ എല്ലാ ഭാവത്തിലും, സന്തോഷത്തിലും രൗദ്രഭാവത്തിലും ഒക്കെ അമ്മയുടെ അനുഗ്രഹം എൻ്റെ ആ സമയങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ആ അമ്മയെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ 3 അമ്മമാർ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം ഉണ്ടായത്, എൻ്റെ കടപ്പാട് ഈ 3 അമ്മമാർക്കാണ്. ഒന്ന് എൻ്റെ അമ്മ,
ഒന്ന് തീർച്ചയായിട്ടും യശോദ ടീച്ചറായിരുന്നു ജീവിതം മാറ്റിമറിച്ച വ്യക്തി. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് സാക്ഷാൽ പള്ളിപ്പുറത്തുകാവിലെ അമ്മയുടെ അനുഗ്രഹവും എനിക്കുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞു വരുന്നത്, ഞാൻ പല അമ്മമാരെയും കണ്ടിട്ടുണ്ട്. കാര്യം സ്വന്തം കുട്ടികളെ പല സമയത്ത് വരുമ്പോഴും ആ പ്രശ്നത്തെപ്പറ്റി ആലോചിച്ച് അവർ വളരെയധികം വിഷമിക്കാറുണ്ട്. എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ഞാൻ വളരെ സാധാരണക്കാരനാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ തന്നെ നിങ്ങൾ കൃത്യമായ ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അതിന് കൃത്യമായ എൻ്റെ യശോദ ടീച്ചറിനെ പോലെയോ അല്ലെങ്കിൽ ഭക്തിപരമായോ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അത് കൃത്യമായ ആൾക്കാരിൽ നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെയുള്ള കുട്ടികൾ, എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട്, നിങ്ങളുടെ കുട്ടികൾക്കും കഴിവുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ സോൾവ് ചെയ്യും. ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ പറ്റി ഒരിക്കലും വിഷമിക്കരുത് എന്ന് അമ്മമാരോട് റിക്വസ്റ്റോടുകൂടി എൻ്റെ 3 അമ്മമാർക്കും ഒരു വലിയ നമസ്കാരം.